നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. പോണ്ടയിൽ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് സെഷൻ GMCA വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരു കരിയർ ഗൈഡൻസ് സെഷൻ സംഘടിപ്പിക്കുന്നു. ഹൗ ടു ചൂസ് എ സാറ്റിസ്ഫൈയിങ് കരിയർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഈ സെഷൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപ്പര്യങ്ങൾക്കും കഴിവുകൾക്കുമായി യോജിച്ച ഒരു തൃപ്തികരമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ സഹായകരമാകും. പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും GVMS ഡോക്ടർ ദാദാ വൈദ്യ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പോണ്ട ഗോവയിലെ പ്രിൻസിപ്പലുമായ ഡോക്ടർ ജോജൻ മാത്യു ആണ് സെഷൻ നയിക്കുന്നത്. സെഷൻ 2025 ഏപ്രിൽ 27 ഉച്ചയ്ക്ക് 3 മണിക്ക് പോണ്ടയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഹാളിൽ വെച്ച് നടക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 25 രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചൊവ്വാഴ്ച മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചെടുത്ത ബീഫ് നീക്കം ചെയ്യാതെ അവിടെ ഇരുന്ന് അഴുകാൻ തുടങ്ങി. പിടിച്ചെടുത്ത ബീഫ് ആര് നീക്കം ചെയ്യുമെന്ന പ്രശ്നത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കൊങ്കൺ റെയിൽവേ പാഴ്സൽ നീക്കം ചെയ്യാൻ മഡ്ഗാവ് മുനിസിപ്പൽ കൗൺസിലിന് കത്തയച്ചെങ്കിലും ഒന്നും നടന്നില്ല. ബജരംഗ് ദൾ നേതാവ് വിരാജ് റെയിൽവേ സ്റ്റേഷനിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ഇക്കാര്യം വെളിച്ചത്തു വന്നത്. അപ്പോഴേക്കും 24 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിന്നീട് ബജരംഗ് ദൾ നേതാവ് MMC മേധാവിയെ ഫോൺ മാർഗം വിവരം അറിയിക്കുകയും ബീഫ് നീക്കം ചെയ്തു കൊള്ളാമെന്നും MMC ഉറപ്പ് നൽകുകയും ചെയ്തതായി ദി ഗോവൻ പത്രം റിപ്പോർട്ട് ചെയ്തു. ഗോവയിൽ വീണ്ടും ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം. ബുധനാഴ്ച പനാജിയിൽ 35.4 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 1.8 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു ഇത്. വരും ദിവസങ്ങളിൽ ഗോവയിലുടനീളം താപനില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂടിന് ശമനമൊന്നും ഉണ്ടായിട്ടില്ല. പനാജി ഫെറി വാർഫിന് സമീപമുള്ള ഒരു പബ്ലിക് പേ പാർക്കിംഗ് ഏരിയ സ്വകാര്യ കാസിനോ ഓപ്പറേറ്ററായ ഗോൾഡൻ പീസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന് നോട്ടിഫൈ ചെയ്ത് കൈമാറാനുള്ള പോർട്ട് ക്യാപ്റ്റന്റെയും നോർത്ത് ഗോവ ജില്ലാ മജിസ്ട്രേറ്റിന്റെയും തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തു. കാസിനോയ്ക്ക് പൊതുസ്ഥലം അനുവദിക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധവും ഏകപക്ഷീയവും പൊതു താൽപ്പര്യ ലംഘനവുമാണെന്നാരോപിച്ച് ജാക്ക് സുഖിച്ച സമർപ്പിച്ച ഹർജിയിൽ ജൂൺ 16 മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ, കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, കാസിനോ ഓപ്പറേറ്റർ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. തർക്കപ്രദേശത്ത് കാസിനോ നടത്തിപ്പുകാരൻ ബിസിനസ് സംബന്ധമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ തുടരുന്നത് തടയുന്നതിനും അന്തിമ വിധി വരുന്നതുവരെ നോട്ടിഫിക്കേഷൻ ഉത്തരവുകൾ സ്റ്റേ ചെയ്യുന്നതിനും ഇടക്കാല ആശ്വാസം നൽകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 25 സൗത്ത് ഗോവയിൽ സംസ്ഥാനതല സൈക്ലോൺ മോക്ക് ഡ്രിൽ നടത്തും. മോർമുഗാവ് പോർട്ട് അതോറിറ്റി, ഗോവ ഷിപ്പ്യാർഡ്, വഡേം ഗ്രൗണ്ട്, IOCL HP ടെർമിനൽ, ബൈന ബീച്ച് ഏരിയ, ബൈന ബീച്ച്, ചൗഗലെ ഷിപ്പ്യാർഡ്, പോണ്ട താലൂക്കിലെ മാംലദാറിൻ്റെ ഓഫീസ്, മുർദിബാഗ്, ഖണ്ടേപ്പാർ, പോണ്ട, ബേതുൽ പഞ്ചായത്ത് പുതിയത്, തലാത്തിയുടെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ജമ്മു കാശ്മീരിലുള്ള 26 ഗോവൻ വിനോദസഞ്ചാരികളുമായി തന്റെ സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്ഥിരീകരിച്ചതായി നവ്ഹിൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്നാണിത്. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഗോവയുടെ ജനപ്രീതി കണക്കിലെടുത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് 15 മിനിറ്റ് മുമ്പ് 3 ഗോവൻ ദമ്പതികൾ രക്ഷപ്പെട്ടതായി സാവന്ത് പറഞ്ഞു. ഗോവക്കാരുടെ സുരക്ഷയും തിരിച്ചുവരവും ഉറപ്പാക്കാൻ സർക്കാർ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പരമ്പരാഗത ടാക്സി ഓപ്പറേറ്റർമാരും ആപ്പ് അധിഷ്ഠിത ടാക്സി അഗ്രഗേറ്റർമാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. ഗോവയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്ന ക്രമസമാധാന ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു ഉന്നതതല യോഗം ചേർന്നു. ടാക്സി സംവിധാനം, സുതാര്യത എന്നിവ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്തു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.